ലോകാ സമസ്താ സുഖിനോ ഭവന്തു. നമസ്കാരം, എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പലപ്പോഴും ആളുകൾ കമൻറ്റ് ബോക്സിലും വാട്സാപ്പിലൊക്കെ ചോദിക്കുന്ന ഒരു സംശയത്തിന് ഇന്നൊരു മറുപടിയായിട്ട് ഈ വീഡിയോ ചെയ്തേക്കാമെന്ന് കരുതി. ചോദ്യം ഇങ്ങനെയാണ്: അശ്വഗന്ധ ലേഹ്യമാണോ അഥവാ അശ്വഗന്ധമാണോ അശ്വഗന്ധ ചൂർണമാണോ ഏറ്റവും നല്ലതെന്ന്? അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ അശ്വഗന്ധ ലേഹ്യത്തിലാണെങ്കിലും അഥവാ അശ്വഗന്ധത്തിലാണെങ്കിലും അശ്വഗന്ധ അരിഷ്ടത്തിലൊക്കെ ആണെങ്കിലും പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് അശ്വഗന്ധം അല്ലെങ്കിൽ അമുക്കരമാണ്. എന്നാൽ അശ്വഗന്ധ ലേഹ്യത്തിലാണെങ്കിൽ ഈ അമുക്കുരത്തിനോടൊപ്പം നറുനീടി, ജീരകം, നിലപ്പന, ശർക്കര, തേൻ അങ്ങനെ തുടങ്ങിയ അനവധി ആയുർവേദ ഔഷധം കൂടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഈ അമുക്കുരത്തിൻ്റെ ലഭിക്കുന്ന ഗുണത്തിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ മരുന്നുകളുടെ ഗുണവും ലഭിക്കുന്നതാണ് അശ്വഗന്ധ ലേഹ്യം ഉപയോഗിക്കുമ്പോൾ. ഈ അമുക്കുരത്തിൻ്റെ അനവധി ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ വിവരിക്കുന്നില്ല. ആവശ്യമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, അവിടുന്ന് കാണാവുന്നതാണ്. ഇനി അശ്വഗന്ധം ഈ പറഞ്ഞ ആയുർവേദ ഔഷധങ്ങളോടൊപ്പം തന്നെ ആട്ടിൻ മാംസവും കൂടെ ചേർത്തിട്ടാണ് ഈ അശ്വഗന്ധ ലേഹ്യം ഉണ്ടാക്കുന്നത്. അതുപോലെ രോഗാവസ്ഥയിൽ ശരീരം ക്ഷീണിച്ച ആളുകൾക്ക് റിക്കവറി ചെയ്യുന്നതിനും ഈ അശ്വഗന്ധ ലേഹ്യം അല്ലെങ്കിൽ അശ്വഗന്ധം ഉപയോഗിക്കാവുന്നതാണ്. അതിന് പുറമെ ശരീരപുഷ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇത് ഉപയോഗിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും. അതുപോലെ വിശപ്പില്ലാത്ത ആളുകൾക്ക് ഈ ലേഹ്യങ്ങൾ ഉപയോഗിക്കുന്ന മൂലം ശരീരത്തിന് ദഹനശക്തി വർദ്ധിക്കുകയും വിശപ്പ് സ്വാഭാവികമായിട്ട് ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ അശ്വഗന്ധ ലേഹ്യം ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ആളുകൾക്ക് എപ്പോഴുള്ള സംശയമാണ്, ഭക്ഷണത്തിന് ശേഷമാണോ മുൻപൊക്കെയാണോ ഇത് കഴിക്കേണ്ടതെന്ന്. എന്നാൽ അശ്വഗന്ധ ലേഹ്യം അല്ലെങ്കിൽ അശ്വഗന്ധമൊക്കെ ഭക്ഷണത്തിൻ്റെ മുമ്പാണ് കഴിക്കേണ്ടത്. അതിനോടൊപ്പം ഒരു ഗ്ലാസ് ചൂട് പാലും കൂടെ കുടിക്കുന്നത് ഏറെ ഉത്തമമാണ്. ദഹനശക്തി അനുസരിച്ച് 1-2 ടീസ്പൂൺ ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് ശേഷം പാല് കുടിക്കുന്നത് പറയുന്നതിൽ പ്രധാനപ്പെട്ട കാരണം ഇതിലടങ്ങിയിരിക്കുന്ന ആ ഔഷധ ഗുണങ്ങളെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ പാല് കുടിക്കുന്നത്, ഇതിന് പുറമെ പാല് കുടിക്കുന്നത് ഏറെ ഉത്തമമാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട സംശയമാണ്, അശ്വഗന്ധ ലേഹ്യം സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ ഉത്തമമെന്ന്? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അശ്വഗന്ധ ലേഹ്യം ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ കൂടുതലായിട്ടും പുരുഷന്മാർക്കാണ് ഏറ്റവും ഉത്തമം. എന്നാൽ സ്ത്രീകൾക്ക്, ശരീരപുഷ്ടി ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പ്രസവാനന്തരമൊക്കെ കഴിക്കാൻ പഞ്ചജീരക ഗുഡമാണ് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടുള്ളത്. ഇനി ഈ അശ്വഗന്ധ ചൂർണത്തെക്കുറിച്ചാണ്. ഇത് പാലിൽ പുഴുങ്ങി ശുദ്ധി ചെയ്ത് വെയിലത്തിട്ട് ഉണങ്ങിയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നതിലൂടെ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. പ്രധാനമായി ശരീരപുഷ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ധാതുപുഷ്ടിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ലൈംഗിക താല്പര്യക്കുറവുള്ള ആളുകൾക്കും, വാദസംബന്ധമായ തുടങ്ങിയ ബുദ്ധിമുട്ടുകളും വേദനകൾക്കൊക്കെ ഈ ചൂർണം ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ലൈംഗിക താല്പര്യക്കുറവൊക്കെ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കൗണ്ട് കുറവുള്ള ആളുകൾക്കൊക്കെ ഈ അശ്വഗന്ധ ചൂർണം തേനിൽ ചേർത്ത് ഉപയോഗിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും. അതുപോലെ ശരീര പുഷ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്കും ലൈംഗിക താല്പര്യക്കുറവൊക്കെ ഉള്ള ആളുകൾക്കും ഇത് പാലിലും ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ ഭക്ഷണവും കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം, പ്രത്യേകിച്ച് വൈകുന്നേരത്ത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം ഈ അശ്വഗന്ധ ചൂർണം ഒരു ഗ്ലാസ് പാലിൽ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് അത് കുടിക്കുന്നത് ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ലഭിക്കാൻ ഇടയാക്കും. അതിന് പുറമെ വന്ധ്യത മാറാനും മറ്റ് മാനസിക രോഗങ്ങൾക്കും മുലപ്പാൽ വർധനവിനൊക്കെ ഈ അശ്വഗന്ധ ചൂർണം പാലിലോ തേനിലോ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി പാല് താല്പര്യമില്ലാത്ത ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് തേനിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ ആയുർവേദ മരുന്നുകളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു വൈദ്യ നിർദ്ദേശത്തിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് നമ്മൾ ലേഹ്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ മദ്യപാനം, പുകവലി നിർബന്ധമായി ഒഴിവാക്കേണ്ട കാര്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ ചില ആളുകൾക്കുള്ള സംശയമാണ്, പ്രമേഹ രോഗികൾക്ക് ഈ ലേഹ്യം കഴിക്കാൻ കഴിയുമോ എന്ന്. പ്രമേഹ രോഗികൾ ഇത്തരത്തിലുള്ള ലേഹ്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ശർക്കര, തേന് തുടങ്ങിയ പ്രമേഹത്തെ കൂട്ടാൻ സാധ്യതയുള്ള ഔഷധങ്ങൾ ഇത് ചേരുന്നതുകൊണ്ട് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. എന്നാൽ ചൂർണം പ്രമേഹ രോഗികൾക്കും കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്കും ഉപയോഗിക്കാവുന്നതാണ്.